ഈ വചനമാണ് നമ്മെ വഴി നടത്തുന്നത്. ഇതിലുപരിയായി എന്ത് ഉപദേശം വന്നാലും അതിനെ തള്ളിക്കളഞ്ഞിട്ട് പറ, ഇതിനെ കളഞ്ഞിട്ടുള്ളൊരു ഉപദേശം എനിക്ക് വേണ്ടെന്നേ. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്: വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വളർച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ അത് ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഫലം കായ്ക്കണമെങ്കിൽ ഒന്നാമതായി നാം പറഞ്ഞു, നാം എന്ത് ചെയ്യണം? ക്രിസ്തുവിനോട് ചേർന്നിരിക്കണം. രണ്ടാമതായി നാം പറഞ്ഞു, ചെത്തപ്പെടേണ്ട ചിലതിനെ ചെത്തിക്കളയണം. ദൈവഹിതമല്ലാത്ത ചിലതിനെ സ്റ്റോപ്പിടാൻ കഴിയണം. മൂന്നാമതായി ഇവിടെ പറയുക, വചനത്തിൽ വേരൂന്നണം. ഇവിടെ പറയുന്നത് ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷത്തെ പറ്റിയാ. അത് പറയുന്നത് ഇങ്ങനെയാ: വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല എപ്പോഴും എങ്ങനെ ഇരിക്കും? പച്ചയായിരിക്കും. എന്തുകൊണ്ടെന്നറിയാമോ? ഈ ആറ്റരികത്ത് വേരൂന്നിയ വൃക്ഷം പല കഷ്ടങ്ങളിലൂടെ കടന്നുപോയതാ. അത് ഉഷ്ണം കണ്ടിട്ടുണ്ട്, അത് വരൾച്ച കണ്ടിട്ടുണ്ട്, അത് വേദന കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഉയരുന്ന നദി അത് കണ്ടിട്ടുണ്ട്. ഏത് പ്രതിസന്ധിയിലും വചനത്തിൽ ഉറച്ചാൽ നീ തകർന്നു പോകത്തില്ലെന്നേ. നീ ഫലം കായ്ക്കണമെങ്കിൽ നീ ഈ വചനത്തിൽ ഉറച്ചേ മതിയാകുകയുള്ളൂ.